നമസ്കാരം. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തങ്ങളുടെ ഭരണ കാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി എത്തുന്നത് കണ്ണൂർ ജില്ലയിലെ 2 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മോഹനൻ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്നെന്റെ പഞ്ചായത്ത് ആദ്യം പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് KS ചന്ദ്രശേഖരുണ്ട്. നമസ്കാരം ശ്രീ ചന്ദ്രശേഖരൻ. ഉദയഗിരി പഞ്ചായത്ത് ഒരു കാർഷിക കുടിയേറ്റ മേഖലയാണ്. 95% ആളുകളും പ്രധാനമായും ഉപജീവന മാർഗമായി കൃഷിയെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി പുരസ്കാരങ്ങൾ അടക്കം ലഭിച്ച അഭിമാന നിമിഷത്തിലാണ് പഞ്ചായത്ത്. എങ്ങനെയാണ് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചത്? ഉദയഗിരി പഞ്ചായത്ത് കിഴക്കൻ മലയോര മേഖലയിലുള്ള ഒരു കുടിയേറ്റ പഞ്ചായത്താണ്. 51.8 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പഞ്ചായത്തിൽ 4467 വീടുകളും 18,804 ജനസംഖ്യയുമാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ 95% ജനങ്ങളും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന തികച്ചും കാർഷിക പ്രധാനമായിട്ടുള്ള ഒരു പഞ്ചായത്താണ്. പച്ചക്കറി സ്വയം പര്യാപ്ത പഞ്ചായത്ത് എന്ന നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഓരോ വർഷവും 3000 വീടുകളിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയുടെ തൈകൾ, അതേപോലെ വളവും ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിരുന്നു. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പെട്ട പഞ്ചായത്താണ് എന്നുള്ളതുകൊണ്ട് തെങ്ങും കമുകും റബ്ബറും ഒക്കെ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് തെങ്ങിനും കമുകിനുമെല്ലാം വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചു. മഞ്ഞളിപ്പ് രോഗമാണ് തെങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത്. അവിടെ മണ്ടപോയ തെങ്ങുകൾ അത് വെട്ടിമാറ്റി പകരം പുതിയ തെങ്ങുകൾ നടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയായിരുന്നു. ഓരോ വർഷവും 1000 തെങ്ങുകൾ വീതം വെട്ടിമാറ്റി പുതിയ നടുന്നതിന് വേണ്ടി 1000 രൂപ വീതം ഒരു തെങ്ങിന് കൃഷിക്കാർക്ക് ലഭ്യമാക്കിക്കൊണ്ട് നടപടി സ്വീകരിച്ചു. അങ്ങനെ 10 ലക്ഷം രൂപയാണ് ഓരോ വർഷവും മാറ്റിവെച്ച് ആ പ്രവർത്തനം നടത്തി വരുന്നത്. കൂടാതെ തെങ്ങിന് ജൈവവളം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഓരോ വർഷവും പഞ്ചായത്ത് 10 ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് വേപ്പ് പിണ്ണാക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതേപോലെ ഗുണമേന്മയുള്ള ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഉദയഗിരി. 16 കിലോമീറ്റർ കേരള കർണാടക വന മേഖലകൾ അതിർത്തി പങ്കിടുന്ന ഈ പഞ്ചായത്തിൽ ആനയുടെയും കാട്ടുപന്നിയുടെയും ശല്യം അതിരൂക്ഷമാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുക എന്ന് പറഞ്ഞാൽ കൃഷിക്കാരെ സംരക്ഷിക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും MLA ഫണ്ടും നബാർഡിന്റെ ഫണ്ടും ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1,35,00,000 രൂപ മാറ്റിവെച്ച് വനം വകുപ്പിൽ നിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതുവഴി സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പണി പുരോഗമിച്ചു വരികയാണ്. ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യപ്പെടുന്നത്. അതുവഴി കൃഷിക്കാരെ സംരക്ഷിക്കാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് നമുക്കുള്ളത്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാകട്ടെ. അതോടൊപ്പം തന്നെ ക്ഷീരഗ്രാമം പദ്ധതിയും കേരഗ്രാമം പദ്ധതി അടക്കം തന്നെ അനുവദിച്ച് കിട്ടിയ ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ. അതെ, കാർഷിക മേഖലയുടെ ഉപമേഖല എന്ന നിലയ്ക്കാണ് മൃഗസംരക്ഷണ മേഖലയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് തന്നെ ക്ഷീര കർഷക മേഖലയ്ക്ക് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഈ പഞ്ചായത്ത് നടത്തി വരുന്നത്. പശുക്കളെ ലഭ്യമാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഒരു പശുവിന് 30,000 രൂപ വീതം സബ്സിഡി നൽകിക്കൊണ്ടുള്ള പദ്ധതി നടപ്പാക്കി. അങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് ക്ഷീരഗ്രാമ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതായി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ സഹായം കൂടി ലഭ്യമാക്കിക്കൊണ്ട് ഏതാണ്ട് 150ഓളം വരുന്ന പശുക്കളെ ഈ പഞ്ചായത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. മാത്രമല്ല ക്ഷീരഗ്രാമം കേരഗ്രാമം പദ്ധതികൾ ഒരേ സമയം തന്നെ 2023-24 നടപ്പാക്കിയ കേരളത്തിലെ ഏക പഞ്ചായത്ത് ഉദയഗിരി ഗ്രാമപഞ്ചായത്താണ്. മാത്രമല്ല പശുവിന് ധാതുലവണ മിശ്രിതം ലഭ്യമാക്കുക, അതേപോലെ തന്നെ പാൽ ഉൽപാദകർക്ക് ലാഭകരമായി കൃഷി ചെയ്യുന്നതിന് ആവശ്യമായി 1 ലിറ്റർ പാലിന് 3 രൂപ വീതം ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് നിലയ്ക്ക് പ്രത്യേക ഇൻസെന്റീവ് സബ്സിഡി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും നടപ്പാക്കി മുന്നോട്ട് പോവുകയാണ്. അതേപോലെ തന്നെ പാൽ ഉൽപാദനത്തിൽ എന്നതോടൊപ്പം തന്നെ പാലും മുട്ടയും മാംസവും എല്ലാം സ്വയം പര്യാപ്തത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി അടുക്കള മുറ്റത്ത് കോഴി വളർത്തൽ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷങ്ങളായി നടപ്പാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ്. ആ നിലയിൽ കാർഷിക മൃഗസംരക്ഷണ മേഖലയിൽ പുത്തനുണർവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള
നിരവധിയായി ഇടപെടലുകളും നീക്കങ്ങളുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ദേശീയ ഗുണമേന്മ പുരസ്കാരം അടക്കം ലഭിച്ചൊരു പഞ്ചായത്താണല്ലോ. എങ്ങനെയാണ് ഈ പുരസ്കാര നിറവിൽ നിൽക്കുമ്പോൾ തോന്നുന്നത്? ഉദയഗിരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 18,000 ജനസംഖ്യയുള്ള പഞ്ചായത്താണ് എന്ന് പറയുമ്പോൾ പോലും ഈ പഞ്ചായത്തിൽ ഒരു കുടുംബക്ഷേമ ഉപകേന്ദ്രം ഉദയഗിരിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനോടൊപ്പം തന്നെ മണക്കടവിൽ ഒരു PSC ഉണ്ട്. ആ PSC കൂടി FHC ആക്കുന്നതിന് വേണ്ടി സർക്കാർ തത്വത്തിൽ തീരുമാനിക്കുകയും അതിനാവശ്യമായി 1.25 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടുള്ള ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അവർ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ശിലാസ്ഥാപനം നടത്തി. അതിന്റെ പണി 90% പൂർത്തിയായി വരികയാണ്. അതോടുകൂടി നമുക്ക് ആരോഗ്യ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്താൻ വേണ്ടി കഴിയുകയാണ്. മാത്രമല്ല വായിക്കമ്പയിലും ചീക്കാട് കുടുംബക്ഷേമ ഉപകേന്ദ്രം മാവുന്തട്ടിലും 2 വെൽനസ് സെന്ററുകളും പുതിയ കെട്ടിടമൊക്കെ നിർമ്മിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ദേശീയ ഗുണമേന്മ അവാർഡ് ഉൾപ്പെടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ വലിയ ഒരു കുതിച്ചുചാട്ടത്തിന് കാരണമായിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനത്തിലും നിരവധിയായിട്ടുള്ള അംഗീകാരങ്ങളുടെ നിറവിലാണല്ലോ പഞ്ചായത്ത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും നമ്മുടെ നാടിനെ സംബന്ധിച്ചും അതിപ്രധാനമായിട്ടുള്ള ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നതിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കാനാണ് ഈ ഭരണസമിതി ആലോചിച്ചത്. അതുപ്രകാരം തന്നെ നെറ്റ് സീറോ കാർബണിന്റെ പ്രവർത്തനം ഈ ഭരണസമിതി ചുമതല ഏറ്റെടുത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി മാലിന്യ സംസ്കരണ രംഗത്തും അതുപോലെ തന്നെ ശുചിത്വ ഹരിതാവുമായിട്ടുള്ള ഒരു ഗ്രാമമാക്കി നാടിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ ഇടപെടലുകളും പ്രവർത്തനങ്ങളുമാണ് നടത്തി വരുന്നത്. അങ്ങനെ 2021 ആരംഭിച്ച ആ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോഴാണ് തളിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിനാകെ മാതൃകയായിക്കൊണ്ട് വർണ്ണം 2021 എന്ന പദ്ധതി ആവിഷ്കരിച്ച് ബ്ലോക്കിലെ 9 ഗ്രാമപഞ്ചായത്തുകൾ നടപ്പാക്കിയത്. ഇത് എല്ലാം നടന്നു വരുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി കേരള സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കുകയും കൂടെ ചെയ്തത്. ഇതെല്ലാം കൂടെ ചേർന്ന് പരിശോധിക്കുമ്പോൾ പഞ്ചായത്ത് 2001 ആരംഭിച്ച ആ വലിയ ജനകീയ ഇടപെടൽ നമുക്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുകയും അതുവഴി നമുക്ക് എല്ലാ വിഭാഗം ആളുകളെയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളാകെയും ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും അതുവഴി എല്ലാ വീടുകളും ഹരിത ഭവനങ്ങളായി മാറുകയും എല്ലാ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളായി മാറുകയും അംഗനവാടികളും സ്കൂളുകളും എല്ലാം ആ നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഹരിത പാഠശാല ഉൾപ്പെടെ നടത്തിക്കൊണ്ട് നമുക്ക് എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല നിരീക്ഷണ ക്യാമറകൾ എന്ന നിലയിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 9 ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുള്ള പ്രവർത്തനം നടത്തി. അതേപോലെ തന്നെ നമ്മുടെ തോടുകളും ജലാശയങ്ങളും എല്ലാം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള ഇടപെടലുകൾ പ്രവർത്തനങ്ങൾ ജനങ്ങളെ ആകെ അണർത്തിക്കൊണ്ട് നടത്താൻ വേണ്ടി കഴിഞ്ഞു. അതുവഴിയെല്ലാം നമുക്ക് മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയാണ് എന്നാണ് അത് സംബന്ധിച്ച് പറയാൻ വേണ്ടി ഉള്ളത്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ MCF ഉള്ളതും ഈ ഉദയഗിരി പഞ്ചായത്തിലാണല്ലേ? അതെ, 3500-ലധികം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള MCF ഉണ്ട്. 15 ഹരിതകർമ്മസേനാംഗങ്ങൾ ഈ പഞ്ചായത്തിൽ നല്ല നിലയിൽ പ്രവർത്തനം നടത്തി വരികയാണ്. അതിന്റെ ഫലമായി കഴിഞ്ഞ 23 മാസക്കാലമായി വാതിൽപ്പടി സേവനം 100% നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട്. ജനങ്ങളും ഇതിനോട് പൂർണ്ണമായി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിസ്സഹകരണം മാറ്റിക്കൊണ്ട് സഹകരിച്ച് മുന്നേറുകയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. തീർച്ചയായും ഹരിത നഗറുകൾ, ഭവനം, ഹരിത സ്കൂളുകൾ എന്നിവയെല്ലാം തന്നെ നല്ല രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലായി വരുന്നത്. ഈ ഒരു മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാമറകൾ അടക്കം തന്നെ സ്ഥാപിക്കാൻ പഞ്ചായത്തിന് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജനങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം തന്നെയാണ് ഈ കുടിവെള്ള ക്ഷാമം എന്നുള്ളത്. ഈ വിവിധ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി പഞ്ചായത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത്? ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്ന നിലയിൽ ഈ പഞ്ചായത്തിനെ വലിയ തോതിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദയഗിരി ഗ്രാമപഞ്ചായത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ തനത് വരുമാനം തീരെ കുറവുള്ള ഒരു പഞ്ചായത്താണ്. മുഖ്യമായും വികസന ഫണ്ടിനെ ആശ്രയിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന പരിമിതി ഉണ്ടെങ്കിൽ പോലും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ എന്ന നിലയ്ക്ക് സംയുക്തമായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടി കഴിയുന്നു എന്നത് വഴി കുടിവെള്ള രംഗത്ത് വലിയ ഇടപെടൽ നടത്താൻ സാധിച്ചു. പാറോത്തുമല പെരുമണ്ട കുടിവെള്ള പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ഉള്ള ഒന്നാണ്. അതിൽ മുതുശ്ശേരി 4 സെന്റ് പ്രദേശത്ത് കുടിവെള്ള പദ്ധതി നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതേപോലെ തന്നെ മുതുശ്ശേരി തലത്തണി കുടിവെള്ള പദ്ധതി 84 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഇക്കഴിഞ്ഞ 2 മാസം മുമ്പ് നാട്ടിൽ സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ മറ്റൊരു പദ്ധതിയാണ്. അതേപോലെ തന്നെ കോളി കുടിവെള്ള പദ്ധതി, 100 ഏക്കർ കുടിവെള്ള പദ്ധതി, വെള്ളാട്ടുകൊല്ലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിച്ച് നാട്ടിൽ സമർപ്പിച്ചു. ഇപ്പോൾ മാമ്പൂയിൽ, വെള്ളാട്ടുകൊല്ലി, മാവുന്തട്ട്, പള്ളിമല തുടങ്ങിയ കുടിവെള്ള പദ്ധതികളും
പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. കൂടാതെ ജൽജീവൻ മിഷന്റെ ഭാഗമായി ഈ പഞ്ചായത്തിലെ 3800 പരം വരുന്ന വീടുകളിലും കുടിവെള്ളം പൈപ്പ് വഴി വീട്ടിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിനാവശ്യമായി 5 സ്ഥലങ്ങൾ പഞ്ചായത്ത് വില കൊടുത്ത് വാങ്ങി ലഭ്യമാക്കുകയും ചെയ്തു. അത് പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള ക്ഷാമം എന്ന് പറയുന്ന ഒന്ന് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി കഴിയും. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ ഗ്രാമീണ റോഡുകൾ എത്രത്തോളം വികസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്? അതിന്റെ ഭാഗമായി തന്നെ ഈ വഴിവിളക്കുകളെല്ലാം തന്നെ എത്രത്തോളം സ്ഥാപിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട്? ഉദയഗിരി ഗ്രാമപഞ്ചായത്തിൽ ഈ ഭരണസമിതി നിലവിൽ വരുമ്പോൾ 123 റോഡുകളാണ് ആസ്തി രജിസ്റ്റർ പ്രകാരം നമുക്കുണ്ടായിരുന്നത്. 60-ലധികം റോഡുകൾ പുതുതായി ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. മാത്രമല്ല ആ റോഡുകൾ ഒക്കെ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ റോഡുകളുടെയും കാന ജനസഹകരണത്തോടുകൂടി ജനകീയമായി തന്നെ വൃത്തിയാക്കി സംരക്ഷിക്കാൻ വേണ്ടി കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലെ എല്ലാ ഗ്രാമീണ റോഡുകളും ഇപ്പോ ഗതാഗത യോഗ്യമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല ഗതാഗത മേഖലയിൽ റോഡുകളുടെ എണ്ണം കൂടിയെന്ന് മാത്രമല്ല അതിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഇല്ലാതായി എന്ന് മാത്രമല്ല, വഴിവിളക്കുകൾ 137 ലൈറ്റുകളാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 617 വർദ്ധിച്ചിരിക്കുന്നു. 17 കിലോമീറ്റർ ദൈർഘ്യമുള്ള സ്റ്റേറ്റ്മെന്റ് ലൈൻ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചു. അവിടെ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ജനകീയ സഹകരണത്തോടു കൂടി CSR ഫണ്ടൊക്കെ നേടിക്കൊണ്ടും ഉള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. അതുവഴി ഒരു 5-6 ലക്ഷം രൂപയുടെ ജനകീയ ഇടപെടലിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതുവഴി 617 ലൈറ്റുകളായി മാറിയെങ്കിൽ പോലും ഇനിയും വിവിധ നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ ലൈറ്റുകൾ ആവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള വലിയ ഇടപെടലുകളും മുന്നോട്ട് നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. തീർച്ചയായും. അതോടൊപ്പം തന്നെ വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന നേട്ടവും പഞ്ചായത്ത് കൈവരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് വയോജന കലാമേളകളും പഠനമേളകളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നുണ്ടല്ലോ. ഉദയഗിരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞതിന്റെ മുൻപത്തെ വർഷം നമ്മൾ ഒരു സർവേ ചെയ്യുമ്പോൾ 3176 വൃദ്ധജനങ്ങൾ, മുതിർന്ന പൗരന്മാരാണ് ഉള്ളതായി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അത് 17% വരുന്ന ആളുകൾ. ഇനി അങ്ങോട്ടേക്ക് അടുത്ത വർഷങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ എണ്ണം കൂടുതൽ വർദ്ധിച്ചു വരാനുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മുതിർന്ന പൗരന്മാരെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള ഒരു ചുമതലയാണ്. അതുകൊണ്ട് തന്നെ വയോജന ക്ലസ്റ്ററുകൾ രൂപീകരിച്ചുകൊണ്ട് അതിനാവശ്യ പ്രവർത്തനങ്ങൾ നടത്താൻ അതാത് മെമ്പർമാരുടെ ചുമതലയിൽ, ഉത്തരവാദിത്തത്തിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നമ്മൾ ആലോചിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു വരുന്നു. കൂടാതെ പഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വയോജന കലാമേള കഴിഞ്ഞ 3 വർഷങ്ങളിലും നൂറുകണക്കായ ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തി. അതിനെ തുടർന്ന് അവരെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള പഠനയാത്രകൾ സംഘടിപ്പിച്ചു. ഇത് വലിയ തോതിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും മാനസികോല്ലാസം മുതിർന്ന പൗരന്മാരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് സംതൃപ്തമായ ഒരു കാലഘട്ടം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയുകയാണ്. മാത്രമല്ല ഈ മുതിർന്ന പൗരന്മാരെ ഉൾപ്പെടെ അഡ്രസ് ചെയ്തുകൊണ്ട് ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വരുമ്പോൾ അന്നുണ്ടായിരുന്ന 3-4 വായനശാലയ്ക്ക് പകരം ഓരോ വാർഡിലും ഓരോ വായനശാല എന്ന നിലയിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞു. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഡോക്ടർ വി ശിവദാസൻ MP നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ ഇടപെടലും പ്രവർത്തനമാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞത്. അതുവഴി 9000-ഓളം വരുന്ന പുസ്തകങ്ങൾ ശേഖരിച്ച് പുതുതായി 11 ലൈബ്രറികൾ ആരംഭിച്ച് എല്ലാ വാർഡിലും ലൈബ്രറി ഉള്ള ഒരു പഞ്ചായത്തായി നമുക്ക് മാറാൻ സാധിച്ചു. അവിടെ മുതിർന്ന പൗരന്മാർക്കും വലിയ തോതിൽ ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമാണുള്ളത്. ആ നിലയ്ക്കാണ് ഈ ഇടപെടൽ ശക്തിപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ ഭാവിയിൽ എന്തൊക്കെ പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? അതോടൊപ്പം തന്നെ പ്രധാനമായും ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത്, ഉദയഗിരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കേരളമാകെ സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ലൈഫ് പദ്ധതിയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഉദയഗിരിയും ഒട്ടു പിറകിലാകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സമ്പൂർണ്ണ ഭവന പദ്ധതിയിലേക്ക് നീങ്ങുകയാണ്. 206 കുടുംബങ്ങൾക്ക് പുതുതായി ലൈഫ് പദ്ധതിയിലൂടെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. PMI പദ്ധതിയിലും 34 വീടുകൾ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിദാരിദ്ര്യ മുക്തമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ കേരളം തീരുമാനിക്കുമ്പോൾ ഉദയഗിരി അതിൽ വേറിട്ട് നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതുകൊണ്ട് സർവേ നടത്തുമ്പോൾ 29 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളായി കാണാൻ കഴിഞ്ഞത്. ആ 29 കുടുംബങ്ങളെയും അതിൽ 7 കുടുംബങ്ങൾക്ക് വീട് ആവശ്യമുണ്ടായിരുന്നു. കുറെ ആളുകൾക്ക് വീട് അറ്റകുറ്റപ്പണിയാണ് വേണ്ടി വന്നിരുന്നത്. അതെല്ലാം നമുക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ വാസയോഗ്യമായി വീടില്ലാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ കുറെ ഏറെ ആളുകൾ നമ്മുടെ ഉദയഗിരി പഞ്ചായത്തിൽ വീടുണ്ടെങ്കിൽ പോലും അത് അങ്ങനെ ഉള്ള വീടുകളെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുകയും 177 വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി വാസയോഗ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല
വനിതകൾക്ക് വേണ്ടി ഉൾപ്പെടെയുള്ള നിരവധിയായി ഇടപെടൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. യോഗ പരിശീലനം നടത്തി, കരാട്ടെ പരിശീലനം നടത്തിയിട്ടുണ്ട്. അതുപോലെ 25 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഒരു ഫിറ്റ്നസ് സെന്റർ പഞ്ചായത്ത് ആസ്ഥാനമായ കാർത്തിപുരത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇക്കഴിഞ്ഞ 4 വർഷങ്ങളിലും നമുക്ക് നല്ല തോതിൽ ഇടപെടൽ നടത്താൻ സാധിച്ചു. അതുവഴി 33.24 കോടി രൂപ നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു. ഈ വർഷം 6 കോടിയിലധികം രൂപയാണ് നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുവഴി നിരവധി കുടുംബങ്ങൾക്ക് 100 ദിവസത്തെ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഈ 4 വർഷം കൊണ്ട് 3993 കുടുംബങ്ങളാണ് 100 ദിവസത്തെ ജോലി ലഭിച്ചവരായി മാറിയിട്ടുള്ളത്. തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ കെ ചന്ദ്രശേഖരൻ.